ഇന്ത്യയുമായി US വളരെ വേഗം ഒരു വ്യാപാര കരാറിലെത്തുമെന്നാണ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലൈൻ ലീവിറ്റ് പറഞ്ഞത്. ഇന്ത്യ USന് നിർണായക സഖ്യകക്ഷിയാണെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധമാണ് പങ്കിടുന്നതെന്നുമൊക്കെ കരോലൈൻ ലീവിറ്റ് പറഞ്ഞു. ഇന്ത്യയുമായി ഒരു വ്യാപാര കരാർ വളരെ അടുത്തെത്തി കഴിഞ്ഞെന്ന് കഴിഞ്ഞയാഴ്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യവും കരോലൈൻ എടുത്തു പറഞ്ഞു. പക്ഷേ ഇന്ത്യ US വ്യാപാര കരാർ അത്ര എളുപ്പം സാധ്യമാകുമോ? ഇല്ല എന്നാണ് ചില വസ്തുതകൾ സൂചിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര അടിയന്തര സാമ്പത്തികാധികാര നിയമവും മറ്റ് ഫെഡറൽ ചട്ടങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് US പ്രസിഡന്റ് തിരിച്ചടി തീരുവ പ്രഖ്യാപിച്ചത്. ഇന്ത്യ അടക്കം 57 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 11 മുതൽ 50% വരെ നികുതി ചുമത്തപ്പെട്ടു. ഏപ്രിൽ 5-നാണ് പുതിയ നികുതി നയം പ്രാബല്യത്തിലായത്. പിന്നീട് ഏപ്രിൽ 9-ന് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേലുള്ള നികുതി 90 ദിവസത്തേക്ക് മരവിപ്പിക്കുകയും ചെയ്തു. ജൂലൈ 8 വരെയുള്ള ആ കാലഘട്ടത്തിനിടയിൽ പല രാജ്യങ്ങളുമായും ട്രംപ് ഭരണകൂടം വ്യാപാര കരാർ ചർച്ചകളിൽ ഏർപ്പെടുകയും ചെയ്തു. UK-യുമായും ചൈനയുമായും മാത്രമാണ് നാമമാത്രമായെങ്കിലും US വ്യാപാര കരാറിലെത്തിയത്. ഇന്ത്യ US കരാർ ഉടൻ സാധ്യമാകുമെന്ന് ഇരുപക്ഷവും പ്രത്യാശ പ്രകടിപ്പിക്കുമ്പോൾ ഭാഷയിൽ തുറവി കാണാനാവുന്നുണ്ടെങ്കിലും കരാർ സാക്ഷാത്കാരത്തിലേക്കുള്ള ജാലകം ഇടുങ്ങിയതാണെന്നതാണ് യാഥാർത്ഥ്യം. കാർഷിക മേഖലയാണ് കരാറിന് മുന്നിലെ പ്രധാന പ്രതിസന്ധികളിലൊന്ന്. ഇന്ത്യൻ വിപണിയിലേക്ക് USന് പ്രവേശനം അനുവദിക്കുമ്പോൾ ഇന്ത്യക്ക് സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ അതിൻ്റെ അടിസ്ഥാന കാർഷിക മേഖലയെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ ഫാം സെക്ടറിലേക്ക് US വർഷങ്ങളായി കൂടുതൽ പ്രവേശനത്തിനായി പരിശ്രമിക്കുന്നതാണ്. പക്ഷേ ഭക്ഷ്യസുരക്ഷ, ജീവസന്ധാരണം, ദശലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ താൽപ്പര്യങ്ങളും കണക്കിലെടുത്ത് ഇന്ത്യ അതിനെ ശക്തമായി ചെറുത്തിരുന്നു. രണ്ടാമത്തെ പ്രധാന പ്രശ്നം ഇന്ത്യയുടെ ഗുണനിലവാര നിയന്ത്രണ ചട്ടങ്ങളാണ്. ആഭ്യന്തര ഉത്പാദനത്തെ സംരക്ഷിക്കുന്നതിനും ഗുണനിലവാരമില്ലാത്ത ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുന്നതിനുമായുള്ള കടുത്ത ഗുണനിലവാര സൂചികകളിൽ US ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. സ്വാശ്രയത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആത്മനിർഭര ഭാരത പദ്ധതിയുടെ ഭാഗമായി 769 ഉൽപ്പന്നങ്ങൾക്കായി 700-ലധികം ക്വാളിറ്റി കൺട്രോൾ ഓർഡറുകളാണ് നിലവിലുള്ളത്. 2027-ഓടെ 2000-ലധികം ഉൽപ്പന്നങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്താനാണ് പദ്ധതി. കാർഷികോത്പന്ന കയറ്റുമതിയാണ് ഇന്ത്യ US വ്യാപാര കരാറിന് വിലങ്ങുതടിയാകുന്ന ആരും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത പ്രശ്നം. അരിയും ചെമ്മീനും സുഗന്ധ വ്യഞ്ജനങ്ങളും ഇന്ത്യ USലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിലേക്ക് US-ൽ നിന്ന് നട്ട്സും ആപ്പിളും പയർവർഗ്ഗങ്ങളുമാണ് എത്തുന്നത്. പക്ഷേ വ്യാപാര ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ സോയാബീനും പരുത്തിയും ചോളവും അടക്കം ഇറക്കുമതി വർദ്ധിപ്പിക്കാനാണ് US നോക്കുന്നത്. താരിഫ് ഇളവ് അനുവദിക്കുന്നത് ഇന്ത്യയിൽ കർഷകരെ വിലയിടിച്ചിലിൽ നിന്നും സംരക്ഷിക്കുന്നതിനായുള്ള സുരക്ഷാ കവചങ്ങളായ താങ്ങുവിലയെയും സംഭരണത്തെയും ബാധിക്കും. അരി, പാലുൽപ്പന്നങ്ങൾ, ചോളം, ആപ്പിൾ, ആൽമണ്ട്, GM സോയ തുടങ്ങിയ US ഇറക്കുമതിക്ക് നീതി ആയോഗിൻ്റെ നികുതി ഇളവ് നിർദ്ദേശം ഇപ്പോഴേ ഉണ്ടെന്നാണ് വിവരം. ഈ പ്രതിസന്ധികൾ മറികടന്ന് എങ്ങനെ ഒരു ഡീൽ സാധ്യമാകും? നിർദ്ദിഷ്ട വ്യാപാര കരാർ അനുസരിച്ച് വാഹനങ്ങളടക്കമുള്ള വ്യാവസായിക വസ്തുക്കളുടെ ഇറക്കുമതി താരിഫ് ഇളവ് ചെയ്തേക്കും. ഒപ്പം പരിമിതമായി കാർഷികോത്പന്നങ്ങൾക്ക് ഇളവ് നൽകിയേക്കും. മദ്യങ്ങൾക്കും വീഞ്ഞിനും ഇളവ് ലഭിച്ചേക്കും. താരിഫ് ഇളവുകൾക്കപ്പുറം എണ്ണയും LNGയും തുടങ്ങി ബോയിങ് എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും ആണവ റിയാക്ടറുകളും അടക്കം വൻ പർച്ചേസുകൾക്കും അമേരിക്കൻ സമ്മർദ്ദമുണ്ടായേക്കാം. ആമസോൺ, വാൾമാർട്ട് അടക്കമുള്ള കമ്പനികൾക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങളിൽ ഇളവും ആവശ്യപ്പെട്ടേക്കാം. തത്കാലം ഒരു മിനി ഡീലിലെത്തിയാൽ അത് താരിഫ് ഇളവിലായിരിക്കും കൂടുതൽ ശ്രദ്ധ വയ്ക്കുക. ബൗദ്ധിക സ്വത്തവകാശം, ഡിജിറ്റൽ നിയന്ത്രണങ്ങൾ തുടങ്ങി സമഗ്രമായ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ സങ്കീർണതയുടെ മേഖലയിലേക്ക് കടന്നേക്കില്ല. ഇനി അഥവാ കരാറിലെത്തിയില്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ 26% താരിഫ് പുനഃസ്ഥാപിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്.